ഒരു 2 മണിക്കൂർ നേരം മോഹൻലാലിനെ നമ്മുടെ തൊട്ടടുത്ത് കിട്ടിയ ഒരു അനുഭവമാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ നമുക്ക് നൽകുന്നത്. നമ്മുടെ തൊട്ടടുത്ത് കയ്യകലത്തിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന രീതിയിൽ മോഹൻലാലും മോഹൻലാൽ കഥാപാത്രവും ഈ സിനിമയിലൂടെ നമ്മുടെ മുന്നിലെത്തുന്നു. മോഹൻലാലിനെ ദ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന ഇമേജ് കൊടുക്കുന്നതിൽ സത്യൻ അന്തിക്കാടിന് വളരെ വലിയൊരു പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ നാടോടിക്കാറ്റും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും തുടങ്ങിയ സിനിമകളൊക്കെയാണ് മോഹൻലാലിനെ അങ്ങനെ പ്രേക്ഷകരുമായി അടുപ്പിച്ചത്. ആ ഒരു അനുഭവമാണ് ഈ സിനിമ കാണുന്നതിലൂടെ നമുക്ക് വീണ്ടും ലഭിക്കുന്നത്. ഏറെ അടുപ്പം തോന്നുന്ന രീതിയിൽ നമ്മുടെ ആരോ ഒരു പ്രിയപ്പെട്ട ഒരാൾ എന്ന നിലയിൽ ഇതിലെ മോഹൻലാൽ കഥാപാത്രത്തെ സംവിധായകൻ വിദഗ്ധമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ പഴയ കാലത്തെ സത്യൻ അന്തിക്കാട് സിനിമകളിലെ ശക്തി കേന്ദ്രങ്ങളായ അഭിനേതാക്കളിൽ പലരും ഇന്ന് മോഹൻലാൽ പറഞ്ഞതുപോലെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഈ സിനിമയിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും പുതിയ തലമുറയിലെ മികച്ച അഭിനേതാക്കളുമായി മോഹൻലാലിനെ മികച്ച രീതിയിൽ ബ്ലെൻഡ് ചെയ്യുന്നതിൽ സത്യൻ അന്തിക്കാട് വിജയിച്ചിട്ടുണ്ട്. ഇതിൽ മോഹൻലാൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വിധേയനായ ഒരു വ്യക്തിയാണ്. തനിക്ക് ഹാർട്ട് നൽകിയ ആളുടെ കുടുംബവുമായി മോഹൻലാൽ ബന്ധപ്പെടുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം എന്നത്. എന്നാൽ നാം പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഈ സിനിമയുടെ പ്ലസ് പോയിന്റും. ഹാർട്ട് നോസ് എന്ന ഒരു സ്പാനിഷ് സിനിമയുണ്ട്. അതിലെ നായകനും ഇതേപോലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വിധേയനായ ആളാണ്. അയാൾ പിന്നീട് തനിക്ക് ഹാർട്ട് തന്ന വ്യക്തിയുടെ വിധവയുമായി പ്രണയത്തിലാവുന്നതാണ് അതിന്റെ പ്രമേയം. ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ പോക്ക് അങ്ങനെയാണോ എന്ന് സംശയിച്ചിരിക്കുന്നിടത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മികച്ച ഒരു ഡീസൻ്റായ എൻഡിങ് ഈ സിനിമയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതും ഇതിനെ മികച്ചതാക്കി നിർത്തുന്നുണ്ട്. അഖിൽ സത്യന്റെ കഥയ്ക്ക് സോനുവാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വളരെ ഡ്രമാറ്റിക്കായ ഒരു വിഷയമാണ് ഇതിന്റെ തീമെങ്കിൽ പോലും അതിലെ ഒരു ഫൺ മൂഡിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തിരക്കഥാകൃത്ത് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലുടനീളം തമാശയുടെ മേമ്പൊടി അവിടെ ഇവിടെയായി വാരി വിതറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മോഹൻലാൽ സംഗീത് കോംബോ തിയേറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിരി വിതറിക്കൊണ്ടാണ് ഈ കോംബോ മുന്നോട്ട് പോകുന്നത്. വെറുതെയല്ല മോഹൻലാലിനെ തലമുറകളുടെ താരമെന്ന് പറയുന്നതെന്ന് ഈ സിനിമയിലെ ഇവരുടെ കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും. കാരണം ജഗതി മോഹൻലാൽ കോംബോയിലേക്കുള്ള ഒരുപാട് സിനിമകൾ കണ്ട് പൊട്ടിച്ചിരിച്ച നാം അതേ ഒരു എനർജിയിലാണ് ഈ സിനിമയിലെ ഇവരുടെ കോമ്പിനേഷൻ വർക്കൗട്ട് ആകുന്നത്. ഒരു പെർഫെക്റ്റ് മിക്സ് ഓഫ് ഫൺ ഉള്ളത് കൊണ്ട് തന്നെ തിയേറ്ററിനെ 2.5 മണിക്കൂറും ലൈവാക്കി നിർത്തുന്നതിൽ ഈ രംഗങ്ങളൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് സത്യൻ അന്തിക്കാടിന്റെ മകനായ അഖിൽ സത്യനാണ്. ഇങ്ങനെ ഒരു പ്രമേയം ഒരു സാമ്പ്രദായിക നാടകീയ രീതിയിലേക്കാണ് കടന്നു പോകുക എന്ന് വിചാരിച്ചെടുത്ത് നിന്നും അതിനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു മികച്ച രീതിയിൽ സാറ്റിസ്ഫാക്ടറിയായി എൻഡിങ് കൊടുത്തു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ്. അതിന്റെ പൂർണ്ണ ക്രെഡിറ്റും അതിന്റെ കഥാകാരനും തിരക്കഥാകൃത്തിനും കൊടുക്കേണ്ടത് തന്നെയാണ്. ഇതിലെ നായികയായി വന്ന മാളവിക മേനോനും തന്റെ ഭാഗം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. തുടക്കത്തിലെ ചില പ്രശ്നങ്ങളെല്ലാം തന്നെ പിന്നീട് മുന്നോട്ട് പോകുന്നതോടുകൂടി നാം മറക്കുകയും മാളവികയുടെ കഥാപാത്രത്തെ നാം ഇഷ്ടപ്പെടുകയും ചെയ്യും. മോഹൻലാലിനെ കൂടാതെ മാളവിക മേനോൻ, സംഗീത് പ്രതാപ്, സംഗീത, സിദ്ദിഖ്, ലാലു അലക്സ്, ജനാർദ്ദനൻ തുടങ്ങിയൊരു വലിയ താരനിര തന്നെ ഇതിലുണ്ട്. കൂടാതെ മീര ജാസ്മിനും ബേസിലും ഇതിൽ കാമിയോ ആവുന്നുമുണ്ട്. സുന്ദരമായ 1-2 പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. അതിലെടുത്തു പറയേണ്ടത് വെൺമതി എന്ന ഗാനം. വെൺമതി എന്ന ഗാനം നമ്മുടെ ഉള്ളിൽ കുറച്ചു കാലം തങ്ങി നിൽക്കുക തന്നെ ചെയ്യും. കെ രാജഗോപാലിന്റെ എഡിറ്റിങ്ങും ജസ്റ്റിൻ പ്രഭാകറിന്റെ സംഗീതവും രാജശേഖർ എഴുതിയ ഹിന്ദി സോങ്ങും എല്ലാം തന്നെ മികച്ചതായിട്ടുണ്ട്. ഓവറോൾ 2.5 മണിക്കൂർ നേരമുള്ള ഒരു എനർജറ്റിക്കായ മലയാള സിനിമ. വളരെ കൂളായ രീതിയിലാണ് മോഹൻലാൽ തൻ്റെ കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു മികച്ച എൻ്റർടൈനറാണ് ഹൃദയപൂർവ്വം. 2.5 മണിക്കൂർ നേരം തിയേറ്ററിൽ ഇരിക്കുകയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാത്ത രീതിയിൽ എല്ലാം മറന്നുകൊണ്ട് വളരെ സന്തോഷപൂർവമായ ഒരു യാത്ര, അതും മോഹൻലാലോടൊപ്പമുള്ള ഒരു യാത്ര. അധികം പൊട്ടിത്തെറികളും നാടകീയതകളും ഒന്നുമില്ലാതെ ഒരു സുന്ദരമായ ഒരു സ്വപ്ന സമാനമായ ഒരു യാത്ര. അത് നൽകുന്ന ഒരു മികച്ച ഫീൽ ഗുഡ് മൂവിയാണ് ഹൃദയപൂർവ്വം. തീർച്ചയായും പ്രേക്ഷകരുടെ എല്ലാം ഹൃദയം നിറയ്ക്കും ഈ സിനിമ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഹൃദയപൂർവ്വം സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.